കന്യാകുമാരിയിലെ വിശേഷങ്ങളുടെ രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഞാൻ പോയ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും ആ ഒരു ഉത്സവം കാണാൻ സാധിച്ചിട്ടില്ല. എന്തോ ഒരു ഭാഗ്യം പോലെ എനിക്ക് അവിടുത്തെ ദേവിയുടെ ഉത്സവം, അമ്പലത്തിലെ ഉത്സവം കാണാനായിട്ട് സാധിച്ചു. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായ ഒരു ഇതാണ്. അന്ന് അതിന് വേണ്ടിയിട്ടാണ് ഈ കോലം ഇടുന്നത്. അപ്പോൾ ഈ രഥമുണ്ട്, ദേവിയുടെ രഥം. അപ്പോൾ ഈ ദേവിയെ രഥത്തിൽ ആനയിച്ച് ഇതിന് ചുറ്റും വലതും അവിടെ നിൽക്കുന്ന ആൾക്കാർ, അതായത് അവിടെ വരുന്ന ഭക്തരാണ് ഈ രഥം വലിച്ച് ഇതിന് ചുറ്റും ആ ഒരു ഏരിയ, അതായത് ഈ കാണുന്ന ഏരിയ നല്ല ഏരിയ ഉണ്ട്. അപ്പൊ ഈ ഏരിയ മൊത്തം കവർ ചെയ്ത് ആണ് ആ ദേവിയുടെ രഥം കറങ്ങി ആനയിച്ച് കൊണ്ടുവരുന്നത് ദേവിയുടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതിന്റെ ഫ്രണ്ടിലാണ് ഈ രഥം ഒക്കെ വെച്ചിരിക്കുന്നതിന്റെ അതിന്റെ അടുത്താണ് ഈ കോലമൊക്കെ ഇടുന്നത്. സത്യം പറഞ്ഞാല് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ വിചാരിക്കാത്ത ദിവസം സംഭവിച്ചതാണിത്. കാരണം ഇത് ഈ രഥം വലിക്കാനായിട്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ട് ആ രഥം അവിടെ ഇങ്ങനെ അതിന്റെ മുകളിലാണ് ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്, ഇതിനകത്താണ്. ഇപ്പം രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നിട്ടാണ് ഇത് ഫസ്റ്റ് രഥം വലിക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് പൊതുജനങ്ങൾക്ക് അത് ഇങ്ങനെ രഥം വലിക്കാനായിട്ട് ദേവീനെ ആനയിക്കാനായിട്ടുള്ള അവസരം കൊടുക്കുന്നത്. പക്ഷെ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ഒന്ന് പോയാൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റും. ഉത്സവത്തിന്റെ അവസാന ദിനമാണ് ഈ രഥം വലിക്കുന്ന സംഭവം നടക്കുന്നത്. കന്യാകുമാരി ദേവിയുടെ അമ്പലത്തിൽ പ്രധാനമായിട്ടും നടക്കുന്ന ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ, കന്യാകുമാരിയിൽ നടക്കുന്ന ഉത്സവങ്ങൾ പ്രധാനമായിട്ടും നടക്കുന്നത് ചിത്ര പൗർണമി ഉത്സവം മെയ് മാസത്തിലാണ്, അതായത് പൗർണമി ദിനത്തിലാണ് നടക്കുന്നത്. അപ്പൊ അടുത്തതാണെങ്കിൽ നവരാത്രി ഉത്സവം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അപ്പോൾ ഈ ഉത്സവം നടക്കുന്ന സമയത്ത് നവരാത്രി മണ്ഡപത്തില് നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് സംഗീതജ്ഞർക്ക് അവരുടെ കലാപരമായ കഴിവുകൾ ദേവിക്ക് സമർപ്പിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. അടുത്ത ഉത്സവം എന്ന് പറഞ്ഞാൽ വൈശാഖ ഉത്സവം, മെയ് ജൂൺ മാസത്തിൽ 10 ദിവസത്തെ ഉത്സവം. അതാണ് ഈ ഉത്സവം കേട്ടോ. അടുത്തതായിട്ട് നടക്കുന്ന ഉത്സവം എന്ന് പറഞ്ഞാൽ കളഭം ഉത്സവം, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ അല്ലെങ്കിൽ ആടി മാസത്തെ അവസാന വെള്ളിയാഴ്ചയാണ് വിഗ്രഹത്തിൽ ചന്ദനം പൂശുന്ന ഉത്സവം നടക്കുന്നത്. ഈ ഉത്സവത്തിന്റെ ഈ അവസാന ദിവസം ഈ രഥം വലിക്കുന്ന സമയത്ത് ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവര് എല്ലാരും കൂടെയാണ് ഇത് വലിക്കുന്നത്. ഒരു ഭയങ്കര ഒരു ഭക്തി നിറഞ്ഞ ഒരു സംഭവം തന്നെയായിരുന്നു. അത് കാണാൻ തന്നെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ആ ഒരു ഉത്സവം നടക്കുന്ന, നമ്മുടെ സാധാരണ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കണ്ടോ, ഇതിന്റെ ഫസ്റ്റ് ചടങ്ങാണ് ഈ നടന്നത്. ഇത് അവിടത്തേക്ക് ഹോട്ടലുകളാണ്. അപ്പൊ അവിടെ നിന്ന് ആൾക്കാരിങ്ങനെ പൂ വിതറി കൊടുക്കും.
എൻ്റെ ഒരു അറിവ് വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുമാത്രമല്ല ഞാൻ ഇതിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. സത്യം പറഞ്ഞ ഒരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടിയ ഒരു സംഭവമാണ്. കാരണം ഞാൻ ഒരിക്കൽ പോലും ഇതെനിക്ക് ഞാൻ ഈ ഉത്സവത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഇത് ഇങ്ങനെ ഈ ഒരു വലത് ഇങ്ങനെ ചുറ്റി, കാരണം നല്ല ഭയങ്കര ഏരിയ അല്ലേ, അത്രയും ചുറ്റി തിരിച്ചെത്തുമ്പം ഇത്തിരി ടൈം എടുക്കും. അവിടെ ഫസ്റ്റ് രാവിലെ അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, ചെറിയൊരു അമ്പലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പൂജകളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും ഇതിൽ പങ്കുചേരാം കേട്ടോ. ഇപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും. കാരണം ഇത് മൊത്തത്തിൽ ചുറ്റി വരുന്നത് വരെയൊന്നും നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല, വലിക്കാൻ പറ്റത്തില്ല. കാരണം ടയേർഡായി പോകും, കാരണം ആ ചൂടും എല്ലാം കൂടെ കൊണ്ട്. ഞാൻ കുറച്ച് സമയമൊക്കെ ഒരു 1 hour നിന്നായിരുന്നു. ഒരുപാട് പിന്നെ ഹിന്ദിക്കാരും അവർ ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാർ, പല ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ പങ്കുചേരാനായിട്ട്. ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട് തന്നെ അവർ അവിടെ റൂം എടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വന്ന പലരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇതുണ്ടോ പണ്ടത്തെ PP നമ്മൾ ചെറുതായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നും പക്ഷെ കാണാറില്ല, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ കളിച്ച സാധനങ്ങളൊക്കെ അവിടെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു, ഒരു കുട്ടിക്കാലത്തിലേക്ക് പോയി. ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം കേട്ടോ, കന്യാകുമാരിയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. ഇത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് ഞങ്ങൾ പോയത്. ഞാൻ നേരത്തെയും ഗ്ലാസ് ബ്രിഡ്ജിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇത് എന്തോ ഒരു ഭാഗ്യം പോലെ എനിക്ക് ആ ഉത്സവത്തിൽ, ദേവീൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാനും സാധിച്ചു. അപ്പോൾ ഞാനന്ന് ഗ്ലാസ് ബ്രിഡ്ജിലും കൂടെ പോയതാണ്. ഇപ്പോൾ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 300 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാം. അല്ലെങ്കിൽ 100 രൂപ ടിക്കറ്റിൽ കുറേ സമയം നിൽക്കണം. ഗ്ലാസ് ബ്രിഡ്ജിലും വിവേകാനന്ദ പാറയിൽ പോകുന്നതാണ്.
ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവുതുറൈ മുനമ്പിൽ നിന്നും 500 മീറ്ററോളം അകലെ കടലിലായി 2 പാറകളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന് 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ ഇവിടെ ധ്യാനിച്ചിരുന്നിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ശ്രീ ഏകനാഥ റാനഡെ സെക്രട്ടറിയുമായുള്ള വിവേകാനന്ദ പാറ സ്മാരക സമിതിയാണ് സ്മാരക നിർമ്മാണത്തിനായി പ്രയത്നിച്ചത്. 1970 സെപ്റ്റംബർ 2 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ വി ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഡിസംബർ 2024 30 ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടന്നത്. കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കടലിൽ നിർമ്മിച്ച വിവേകാനന്ദ പാറ സ്മാരകത്തെയും തിരുവള്ളുവർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന കടൽ കടക്കുന്നതിനായി കാൽനട യാത്രക്കാർക്ക് നിർമ്മിച്ച ഒരു ഗ്ലാസ് പാലമാണ്. കടലിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലമാണിതെന്ന് പറയപ്പെടുന്നു. നേരെ നമ്മൾ എത്തുന്നത് തിരുവള്ളൂർ സ്റ്റാച്യുവിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. കന്യാകുമാരിയിൽ പോകാത്തവരും ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ടില്ലാത്തവരും പറ്റുന്ന സമയം ഒന്ന് പോയി കാണണം. അതുപോലെ ഈ ഉത്സവം അടുത്ത് പോയാൽ ആ ഉത്സവത്തിലും കൂടെ പങ്കെടുക്കാൻ സാധിക്കും. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഈ സ്റ്റാച്ചുവിന്റെ ഒരു ഹൈറ്റ് നമ്മൾ ഈ ഇതിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര അത്രയും ഉയരത്തിലാണ് കേട്ടോ. ഇതിന്റെ അകത്തൂടെ പടികൾ കടന്ന് മുകളിലെത്താം, ടോപ്പിലെത്താം. അപ്പൊ അവിടുന്ന് കാണുന്ന വ്യൂ ആണെങ്കിൽ ഭയങ്കര ഭംഗിയാട്ടോ കടലൊക്കെ കാണാനായിട്ട്. കാരണം ഈ മൊത്തത്തിലെല്ലാം ഇങ്ങനെ നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ നിന്നൊക്കെ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒന്നും പറയാനില്ല, അത്ര ഭംഗിയാണ് കാണാൻ. ഭയങ്കര കാറ്റും നല്ല ചൂടുമായിരുന്നു, വെയില്.
ഞങ്ങൾ പോയപ്പോഴത്തേനും ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഈ ഉത്സവം കൂടെ നടക്കുന്നത് കൊണ്ട് നല്ല തിരക്കായിരുന്നു. കാരണം ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ക്യൂ നിന്നായിരുന്നു. ദേവിയുടെ ശ്രീപാദ പാത, അതായത് ദേവിയുടെ കാല് പതിഞ്ഞ പാറ, അവിടെ പക്ഷെ വീഡിയോ അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അതിന്റെ വീഡിയോ കാണിക്കാൻ പറ്റാത്തത്. ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദപ്പാറ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത്. ദേവിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന പാദമുദ്ര ഇപ്പോഴും അവിടെ പൂജിക്കപ്പെടുന്നു. പക്ഷെ അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. നേരിട്ട് പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ആ കന്യാകുമാരി മൊത്തത്തിൽ കാണാൻ പറ്റും കേട്ടോ. ആ ഒരു അവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ ആ ഒരു ഫ്രണ്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ആ ഏരിയ, അവരുടെ വീട്, ഗ്രാമങ്ങൾ, ഇതെല്ലാം ഫുൾ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയാ കാണാനായിട്ട്. എത്ര പോയാലും വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരിടം.